ഹായ് ഹലോ, നമുക്കിന്ന് ഓർക്കിഡ് പൂക്കളുടെ മനോഹാരിത കണ്ടാലോ? അടിപൊളിയാണ്. ശരിക്കും പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഓർക്കിഡ് പൂക്കളാണ് കേട്ടോ ഇത്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. എല്ലാവരുടെയും മനം കവരുന്ന പൂക്കളാണ് ശരിക്കും ഓർക്കിഡ് പൂക്കൾ. പക്ഷെ പണ്ട് മുതലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നു. ഇപ്പോൾ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്താണെന്നറിയാമോ? എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അതിൻ്റെ പേരെന്തുവാ, നാച്ചുറലായിട്ടല്ലാത്തൊരു പൂക്കൾ പോലെ, ഒരു ആർട്ടിഫിഷ്യലുള്ള പൂക്കൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്ലവർ അറേഞ്ച്മെൻറ്റിലൊക്കെ ഇത്തരം പൂക്കൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഇതിന് കാണുമ്പോൾ ജീവനില്ലാത്ത പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ മണവും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ്. ഞാൻ കുറേയൊക്കെ എന്ന് പറയുന്ന ലൈവായിട്ടുള്ള പൂക്കളെ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള പൂക്കളെ, ജീവനുള്ള പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് റോസ്, പൂമരങ്ങൾ, അങ്ങനെയുള്ള ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർക്കിഡ് പൂക്കളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ. കാര്യം അതിൻ്റെ ഭംഗി കാണുമ്പോൾ ശരിക്കും പുഷ്പലോകത്തെ മിന്നും താരങ്ങളാണ് ഈ ഓർക്കിഡ് പൂക്കളെന്ന് പറയാം. ഒരുപാട് വെറൈറ്റി ഉണ്ട്. അസാധാരണമായ രൂപഭംഗിയും പൂവിതളുകളുടെ സവിശേഷമായ ക്രമീകരണവും, പിന്നെ ഏറ്റവും പറഞ്ഞാൽ എന്താ, ദീർഘകാലം നിൽക്കാനുള്ള, വാടാതെ കൊഴിയാതെ നിൽക്കാനുള്ള കഴിവൊക്കെ കൂടെയാണ് ഇതിനെ പുഷ്പലോകത്ത് മിന്നും താരമാക്കിയത്. അടിപൊളിയാണ് കാണാനാ. കാലങ്ങളോളം എന്ന് വെച്ചാൽ മാസങ്ങളോളം വാടാതിരിക്കാനുള്ള സിദ്ധിയൊക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഷ്പ സാമ്രാജ്യത്തിലെ റാണിമാരാണ് ഈ ഓർക്കിഡ് പൂക്കളെന്ന് പറയാം. ഓർക്കിഡ് പൂ വളർത്തുന്നവരും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരും ഒരുപാടുള്ള നാടാണ് നമ്മുടേത്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് ഓർക്കിഡ് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെന്നാണ് കൃഷി വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള എന്നത് ഓർക്കിഡ് ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഓർക്കിഡ് കർഷകരുണ്ട്, ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ഥലം മതിയാവും ഇതിന്. കൂടുതൽ വിപണിയും എന്താ പറയുക, കൂടുതൽ കാശുമൊക്കെ കിട്ടുന്ന ഒരു പുഷ്പ സംവിധാനമാണ് ഈ ഓർക്കിഡ് കൃഷി എന്ന് പറയാം. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഓർക്കിഡ് കൃഷി ചെയ്യുന്നുണ്ട്. പരിചരണം കുറവാണ്, ആകർഷകമായ വില കിട്ടും. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഓരോ മേന്മകളാണ്. ഇതൊക്കെ ഓരോ വെറൈറ്റീസാണ്. പിന്നെ കാലങ്ങളോളം ഇതിൻ്റെ ചെടികളിങ്ങനെ നശിക്കാതെ നിൽക്കും, കാലങ്ങളോളം പൂക്കൾ തരും എന്നൊക്കെ പറയുന്നതും വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഓർക്കിഡ് കൃഷി നടത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. കാര്യം നമുക്ക് ആധികാരികമായിട്ട് ഇതിൽ ഓർക്കിഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള അറിവില്ല കേട്ടോ. നമുക്ക് സെയിലിനായിട്ട് ഓർക്കിഡ്സ് ഇല്ല. നമ്മൾ നേരത്തെ, എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, നമ്മൾ കുറച്ച് വെറൈറ്റി ഓർക്കിഡ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അപ്പോൾ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് വീണ്ടും ഓർക്കിഡിൻ്റെ കളക്ഷൻസ് സെയിലിനായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടോ നമ്മളെ റോസുകളും മറ്റ് പ്ലാന്റുകളും ഒക്കെ തിരക്കിലായി പോയത് കൊണ്ടാവാം പിന്നെ ഓർക്കിഡിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടില്ല. ഓർക്കിഡ് പിന്നെ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ചോദിക്കുന്നത്. എന്താ പറയുക, ഓർക്കിഡ് ഇഷ്ടമുള്ളവർ നമ്മളുടെ ഈ ചാനലിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഓർക്കിഡിൻ്റെ പരിചരണങ്ങൾ, ഓർക്കിഡിൻ്റെ പരിപാലനങ്ങൾ, അതൊക്കെ അറിയിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കിഡ് പ്ലാന്റ്സ് കൊണ്ടുവരാമോ വിൽപ്പനയ്ക്കെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നതിനെക്കാട്ടിയും ഓർക്കിഡ്സ് വിൽക്കുന്ന നല്ല നല്ല സെല്ലേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും നമ്മളിനി ബാക്കി കാര്യങ്ങൾ വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള നിശ്ചയിക്കുന്നത്. പിന്നെന്താ പറയുക, 1000-ഓളം വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓർക്കിഡ്സും പേരുകളൊന്നും എനിക്കറിയില്ല, അത് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് റെയർ വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കൂടി ഇവിടെ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് കരുതിയിട്ടല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്ത് നിൽക്കുന്ന കുറച്ച് ഓർക്കിഡ്സ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിനുള്ളിലോട്ട് പൊക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി, ഇവിടെ ഓർക്കിഡോറിയം അങ്ങനെ എന്തോ ഒരു ഓർക്കിഡ്സിന് മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല.
ഉള്ളിലോട്ട് പോകണം അത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ പറയുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും നമ്മളതൊക്കെ നിങ്ങളെ കാണിക്കുക. എന്തായാലും ഈ ഓർക്കിഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഓർക്കിഡിൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ നമ്മുടെ റോസ് ഗ്രൂപ്പ് ആണെങ്കിലും റോസിനെ ഇഷ്ടപ്പെടുന്ന ഓർക്കിഡിൻ്റെ രാജ്ഞിമാർ ഈ ഗ്രൂപ്പിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ പേരറിയാവുന്നവർ വന്ന് കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, നല്ല അടിപൊളി ഓർക്കിഡാണ് കാണാനും. നമുക്ക് മതിലിന് പകരമൊക്കെ വേലിയായിട്ട് വെച്ച് വളർത്താൻ പറ്റുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഐഡിയാസൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾക്കും പുതിയ വീടൊക്കെ വെക്കുമ്പോൾ സൈഡിലൊക്കെ ഓർക്കിഡ് വെച്ച് പുതിയ മതിലിന് പകരം ഇങ്ങനെയുള്ള ഓർക്കിഡ് മതിലുകളൊക്കെ കെട്ടാൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ട് നിർത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്നും പൂക്കളാണ്. ഞാൻ മുന്നേ ഒരിക്കലും എനിക്ക് തോന്നുന്നൊരു 4-5 മാസം മുന്നേയും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ഓർക്കിഡ് പൂക്കൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോൾ വന്നാലും ഈ ഓർക്കിഡ് പൂക്കൾ ഇങ്ങനെ കാണുമെന്ന് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഓർക്കിഡ് കാഴ്ച ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ ഓർക്കിഡ് പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഓർക്കിഡിൻ്റെ പേരും അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്പൈഡർ ഓർക്കിഡ് എന്ന് പറഞ്ഞ് പണ്ട് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതതിൻ്റെ റെഡ് കളറാണ്. അപ്പോൾ ഇത് സ്പൈഡർ തന്നെയാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൂടെ കമൻറ്റ് ചെയ്തോളൂ. ഇത് എന്നെപ്പോലെ അറിയാത്തവർക്കും എന്നെപ്പോലെ ഒരുപാട് പേര് ഈ ചാനലിലുണ്ടാവും, അവർക്കൊക്കെ ഒരു ഉപകാരമാവും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എന്താ പറയുക, ടാറ്റ പറയാല്ലേ.